ഇന്ത്യ വിരുദ്ധമായ സിഖ് ഭീകരതയ്ക്കെതിരെ ബ്രിട്ടൻ ശക്തമായ നടപടി തുടങ്ങിയിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഖലിസ്ഥാൻ ഭീകര സംഘടനകളുമായി ബന്ധമുള്ള 300-ലേറെ ബാങ്ക് അക്കൗണ്ടുകൾ ഋഷി സുനക് സർക്കാർ മരവിപ്പിച്ചു കഴിഞ്ഞു. ഏകദേശം 10 മില്യൺ പൗണ്ട്, അതായത് 100 കോടിയിലേറെ രൂപ വരുന്ന അവയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും ചെയ്തിട്ടുണ്ട്. ഭാരതം നിരോധിച്ച സിഖ് ഫോർ ജസ്റ്റിസിന്റെ 20 കോടി രൂപയും കണ്ടുകെട്ടുകയിൽപ്പെടുന്നുണ്ട്. സിഖ് ഭീകരതയ്ക്കെതിരെ ബ്രിട്ടനിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ സുനക് സർക്കാർ പ്രത്യേക ദൗത്യസംഘവും രൂപീകരിച്ചിട്ടുണ്ട്. ഭാരത സർക്കാരിന്റെ നയതന്ത്ര വിജയമാണിതെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. ലോകശാന്തിയും സമാധാനവും സുസ്ഥിരതയും ലക്ഷ്യമിട്ടാണ് ബ്രിട്ടീഷ് ഈ നടപടി തുടങ്ങിയിരിക്കുന്നത്. ഭീകരരും അവരെ പിന്തുണയ്ക്കുന്നവരും ഇനി ബ്രിട്ടനിൽ കടുത്ത നടപടി നേരിടേണ്ടി വരുമെന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ നൽകുന്നത്. കാനഡ, US, ബ്രിട്ടൻ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ വഴിയുള്ള സംശയകരമായ വൻ സാമ്പത്തിക ഇടപാടുകളാണ് പ്രത്യേക ദൗത്യസംഘം കണ്ടെത്തിയിരിക്കുന്നത്. തുടർന്നാണ് അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്തത്. ബ്രിട്ടനിലെ ഭാരതവിരുദ്ധ പ്രവർത്തനം തച്ചുതകർക്കുകയാണ് ലക്ഷ്യമെന്നും ബ്രിട്ടൻ സർക്കാർ പറയുന്നുണ്ട്. ഇന്ത്യക്കെതിരായ സിഖ് ഭീകരരെ എന്നും സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ് കാനഡ. ഇതുമൂലം ഇന്ത്യ-കാനഡ ബന്ധം അടുത്തിടെ വഷളായിരുന്നു. പഞ്ചാബിൽ നിന്ന് കാനഡയിൽ എത്തുന്ന സിഖുകാരെ ഖലിസ്ഥാൻ ഭീകരർ അവരുടെ സൈനികരാക്കുന്നുവെന്നാണ് പറയുന്നത്. ഹർദീപ് സിംഗ് നിജ്ജർ, മോനീന്ദർ സിംഗ് ബുയാൽ, ഭഗത് സിംഗ് ബ്രാർ എന്നിവരടങ്ങിയ ഖലിസ്ഥാൻ ഭീകരരാണ് സിഖുകാരെ ഇന്ത്യാവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കിയിരുന്നത്. പ്ലംബർമാർ, ട്രക്ക് ഡ്രൈവർമാർ, ഗുരുദ്വാരകളിലെ മതപ്രവർത്തകർ തുടങ്ങിയ ഇത്തരം വൈദഗ്ധ്യമുള്ള ജോലികൾക്കായി പഞ്ചാബിൽ നിന്ന് സിഖ് യുവാക്കളെ സ്പോൺസർ ചെയ്ത് ഭീകരപ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് ഇവർ ചെയ്തു വന്നത്. ഇതിൽ നജ്ജാർ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വിസയ്ക്കും കാനഡയിലേക്കുമുള്ള സന്ദർശനത്തിനുമായി സ്പോൺസർ ലഭിക്കുന്ന ഈ യുവാക്കൾ പിന്നീട് ഇന്ത്യാവിരുദ്ധ പ്രതിഷേധങ്ങളിലും തീവ്ര മതസഭകളിലും പങ്കെടുത്ത് ഖലിസ്ഥാൻ അനുകൂല പ്രവർത്തനങ്ങൾക്കായി ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടുണ്ട്. ഇവരെ കൂടാതെ കോഴ്സുകൾ പൂർത്തിയാക്കിയ ശേഷം കാനഡയിൽ ജോലി ലഭിക്കാത്ത വിദ്യാർത്ഥികളും ഖലിസ്ഥാൻ റിക്രൂട്ട്മെന്റിന് വിധേയരാണ്. സർബ്രെ, ബ്രാംപ്ടൺ, എഡ്മണ്ട്, മറ്റ് സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ ഏകദേശം 30-ലധികം ഗുരുദ്വാരകൾ പ്രോ ഖലിസ്ഥാൻ അലൈൻമെന്റ് നിയന്ത്രിക്കുന്നതായി സ്രോതസ്സുകൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. കാനഡയിലേക്ക് പോകാനായി സമീപിക്കുന്ന യുവാക്കൾക്ക് കത്തു നൽകുന്നതിനായി അമൃത്സറിലെ ഖലിസ്ഥാൻ അനുകൂല സംഘടന 1.2 ലക്ഷം രൂപ ഈടാക്കുന്നുമുണ്ട്. ഇങ്ങനെ കാനഡയിൽ എത്തുന്ന യുവാക്കൾ ഖലിസ്ഥാൻ അനുകൂല ഘടകങ്ങളിൽ ചേരുകയാണ് പതിവ്. കുറേക്കാലങ്ങളായി പഞ്ചാബിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട പകുതിയിലധികം ഭീകരാക്രമണ കേസുകളിലും കാനഡ ആസ്ഥാനമായുള്ള ഖലിസ്ഥാൻ തീവ്രവാദികൾ കണ്ണികളാണ്. 2016-ന് ശേഷം പഞ്ചാബിൽ സിഖുകാരെയും ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ലക്ഷ്യമിട്ടുള്ള 1-ലധികം കൊലപാതകങ്ങൾ നിജ്ജാറും കൂട്ടാളികളും ചേർന്ന് നടത്തിയെന്നാണ് റിപ്പോർട്ട്. എന്നാൽ ഇവർക്കെതിരെ കനേഡിയൻ ഏജൻസികൾ ഇതുവരെ യാതൊരു അന്വേഷണവും നടത്തിയിട്ടില്ല. കാനഡയിലെ പല വലിയ ഗുരുദ്വാരകളിൽ നിന്നും മിതവാദികളും ഇന്ത്യ അനുകൂലികളുമായ സിഖുകാരെ PKEകൾ പുറത്താക്കിയതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു. കാനഡയിലെ സ്വാധീനത്തെ തുടർന്ന് PKEകൾ കാനഡയിലെ ന്യൂനപക്ഷ ഹിന്ദുക്കളെ പരസ്യമായി ഭയപ്പെടുത്തുവാനും ക്ഷേത്രങ്ങൾ അപകീർത്തിപ്പെടുത്തുവാനും തുടങ്ങിയിട്ടുണ്ട്. 50 വർഷത്തോളമായി ഖലിസ്ഥാനി ഭീകരവാദികൾ കനേഡിയൻ മണ്ണിൽ സ്വതന്ത്രമായി വിഹരിക്കുകയാണ്. കാനഡയിലെ ഖലിസ്ഥാൻ ഭീകരർ ഭീകരാക്രമണങ്ങൾ നടത്തുന്നതിന് പഞ്ചാബിലേക്ക് ഗുണ്ടാ സംഘങ്ങളെ കൊണ്ടുവന്നതായും പറയുന്നുണ്ട്. കാനഡ ആസ്ഥാനമായുള്ള ഇത്തരം ഗുണ്ടാ സംഘങ്ങൾ ഡ്രോണുകൾ ഉപയോഗിച്ച് പാകിസ്ഥാനിൽ നിന്ന് മയക്കുമരുന്ന് കൊണ്ടുവന്ന് സംസ്ഥാനത്തുടനീളം വിൽക്കുകയും വിൽപ്പനയിൽ നിന്നുള്ള പണം കാനഡയിലെ ഖലിസ്ഥാൻ ഭീകരർക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്. കാനഡ വിസ നേടുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള പ്രക്രിയയാണെങ്കിലും പഞ്ചാബിൽ നിന്ന് ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ ഖലിസ്ഥാനി ഭീകരർ നടത്തുന്ന ഓപ്പറേഷൻ കനേഡിയൻ അധികൃതർ അന്വേഷിക്കുന്നില്ലെന്നാണ് പറയുന്നത്. കാനഡയിലെ ഇന്ത്യൻ മിഷനുകളുടെയും നയതന്ത്രജ്ഞരുടെയും സുരക്ഷയ്ക്ക് അടുത്തിടെ ഖലിസ്ഥാനികൾ ഭീഷണി ഉയർത്തിയിരുന്നു. ഈ ഭീഷണികൾ വിയന്ന കൺവെൻഷന് കീഴിലുള്ള കാനഡയുടെ ബാധ്യതയെ വെല്ലുവിളിക്കുന്നതാണ്. ഇരു രാജ്യങ്ങളെയും ബാധിക്കുന്ന ഭീഷണിപ്പെടുത്തൽ, അക്രമം, മയക്കുമരുന്ന് കടത്ത്, ഭീഷണിപ്പെടുത്തി കൊള്ളയടിക്കൽ എന്നിവയിൽ കാനഡ നിശബ്ദത പാലിക്കുകയാണ്. പഞ്ചാബിലെ നിസ്സാര വിഷയങ്ങൾ പോലും പ്രതികരിക്കുന്ന കാനഡ ഖലിസ്ഥാൻ വിഷയത്തിൽ ഇന്നും നിശബ്ദത തുടരുന്നത് ഇന്ത്യയെയും അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്.